കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കുഞ്ഞിക്കാലുമല്ലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്നപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. പാളസാർ പോലെ ലശ വലിയ ആളായിട്ട് തന്നെയാ. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, ഒരു കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ചെമ്മട്ടി പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ശംഖും പിടിച്ചിട്ടുണ്ട്. പാർത്ഥസാരഥിയായിട്ടാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണട്ടെ. എന്തൊരു കൗതുക അറിയോ ചാർത്തിയത് കാണാൻ. വലത്തെ കയ്യിൽ ചെമ്മട്ടി പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ശംഖും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന പാർത്ഥസാരഥിയായിട്ടാണ് എന്നിട്ട് ശ്രീലകത്ത് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. ആ ചെവിപ്പൂക്കളുടെ തൊട്ടുമോള് വേറെ ഓരോ പൂക്കൾ വേറെയും വെച്ചിട്ടുണ്ട്. ഒക്കെ സ്വർണത്തിൻ്റെ കേട്ടോ. നെറ്റിമേലൊരു ഗോപിപ്പൊട്ട് വെച്ചിട്ടുണ്ട്. കിരീടം നല്ല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടം നമ്മൾ ഒരു പീലിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിരീടം പാർത്ഥസാരഥി തന്നെ അത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചെമ്മട്ടിയും പിടിച്ച് ശംഖും പിടിച്ച് പാർത്ഥസാരഥി ആയിക്കൊണ്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ കാണാൻ നല്ല കൗതുകമാണ്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ്. തെച്ചിയും തുളസിപ്പൂവായിട്ടൊരു തിരുമുടി മാല, മറ്റേത് വെളുത്ത പൂവും തെച്ചിയായിട്ടൊരു തിരുമുടി മാല. അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള നല്ല ചുവന്ന തുടുത്ത താമര കൊണ്ടുള്ളൊരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസി അടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാലയും. അങ്ങനെ രണ്ട് ഉണ്ടമാലയും രണ്ട് തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകമുള്ള ചുവന്ന പൊട്ടൊക്കെ കൊടുത്ത് പാർത്ഥസാരഥിയായിട്ട് നിൽക്കണം കാണാനേ. ആ ചെമ്മട്ടി വലത്തെ കയ്യിൽ കുതിരകളെ നയിക്കാനുള്ള ചെമ്മട്ടി വലത്തെ കയ്യിൽ, ഇടത്തെ കയ്യിൽ ശംഖ് പിടിച്ചുള്ള നിപ്പുണ്ടല്ലോ. നല്ല കൗതുക കാണാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തിരുമുടി മാലകളുടെ പോലെ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ എല്ലാം ഒരുപോലെ. തെച്ചി നടുവിൽ കുറച്ച് തുളസി തെച്ചിയായിട്ട് പിന്നെ ബാക്കിയൊക്കെ തുളസിയായിട്ട് 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ട് എല്ലാം കൗതുകമായിട്ട് കാണാൻ. ശ്രീലകത്തേക്ക് നോക്കിയാൽ പൊന്നുണ്ണി കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുക. ആ ചെമ്മട്ടിയും ശംഖൊക്കെ പിടിച്ച് പാർത്ഥസാരഥിയായിട്ട് അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുന്ന ഭാവത്തിലാണ്. അർജുനൊന്നുമില്ല, ഈ ചെമ്മട്ടി ശംഖം മാത്രമേ ഉള്ളൂ കയ്യിൽ. അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകത്തിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, പാർത്ഥസാരഥയെ അനുഗ്രഹിക്കണേ. മഞ്ഞപ്പൂന്തുകിൽ മിന്നൽ ചുറ്റുന്ന മഞ്ചുട മേച്ച കാമ്പുതം ഒക്കത്തു നിന്നിറങ്ങും കിങ്ങിണി തൃക്കയ്യാൽ താങ്ങും കൗതുകം പിഞ്ചടിപ്പറ്റി കാഞ്ചനത്തള കിഞ്ചന കൊഞ്ചും കൈശോരം ആപാത ചൂടരമ്യമായോരാ ഗോപാല ബാലവേഷത്തെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പാർത്ഥസാരഥിയായിട്ട് ശംഖും ചെമ്പട്ടിയും പിടിച്ചിട്ട് തയ്യാറായിട്ട് നിൽക്കുക. നമ്മുടെ ഈ ഭക്തന്മാരെ ഞങ്ങളെ നേർവഴിക്ക് കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് കണ്ണൻ്റെ അടുത്തേക്ക് നല്ല അനുഗ്രഹത്തോടുകൂടി നയിക്കണേ പാർത്ഥസാരഥി ആയിക്കൊണ്ട് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പാർത്ഥസാരഥിയുടെ തൃപ്പാദത്തിലങ്ങടെ വീണ് നമസ്കാരം 2 തൃപ്പാദം മുറുകെ പിടിച്ച് അനുഗ്രഹിക്കണേ, നേർവഴിക്ക് നയിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പാർത്ഥസാരഥിയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാമെന്ന് നമുക്ക്. നല്ല കൗതുകണ്ട് ചാർത്തിയത് കാണാൻ നല്ല ഭംഗിയുള്ള മുഖം, പുഞ്ചിരി തൂക്കിയും കൊണ്ടുള്ള നല്ലൊരു മുഖം. നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ട്, നിങ്ങളുടെ നേർവഴി നയിക്കാന്നുള്ള ആ ഭാവത്തിലുള്ള നിപ്പ് എല്ലാം കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അങ്ങനെ ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ഗുരുവായൂരപ്പ ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.